ചൈനയിൽ ഒരു ഗ്രാമത്തിൽ തുടങ്ങിയ 2023 തുടങ്ങിയ ഡീപ് സീക്ക് എന്ന് പറഞ്ഞ കമ്പനി. അതായത് AI മോഡലാണ്, ലാംഗ്വേജ് മോഡലാണ് ഈ സംഭവം. ഇത് ബേസിക്കലി ഉണ്ടാക്കിയേക്കുന്നത് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ചരിത്രത്തിൽ ടെക് കമ്പനികൾ ഏകദേശം $1 ട്രില്യൺ നഷ്ടമാണ് നേരിടുന്നത്. നിങ്ങൾ നോക്കുക, ടെസ്ലയ്ക്ക് 10% അവർ പോയത്. അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, തായ്വാൻ ബേസ്ഡ് സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്ന കമ്പനികൾ, ഇതൊക്കെ വെടി തീർന്നു പോയി. അതിലേറ്റവും നഷ്ടം ഈ ചിപ്പ് ഉണ്ടാക്കുന്നൊരു അമേരിക്കൻ കമ്പനിയുണ്ട്. അവർക്ക് നഷ്ടം 400 ബില്യനാണ്. ടോട്ടൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ടോട്ടൽ അപ്രോക്സിമേറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ 5-6%. അതാണ് ഈ 1 ട്രില്യൺ എന്ന് പറയുന്നത്. അപ്പം നോക്കാം എന്താണ് ഇവർ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഈ മാർക്കറ്റിൽ ഇതിൻ്റെ ഒരു വേവടിക്കാനുണ്ടായ കാരണം. നിങ്ങൾക്കറിയാം, ചാറ്റ് GPT, ഓപ്പൺ AI, ചാറ്റ് GPT, മറ്റ് പല കമ്പനികളുണ്ട്. അപ്പോൾ ഇതിനൊരു അഡ്വാൻറ്റേജ്, ഇതിൻ്റെ അകത്ത് ശരിക്കും പണം ചെലവാക്കിയാണ്, പല ട്രെയിനിങ്ങും ഒക്കെ നടത്തിയാണ് ഈ മോഡൽ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അവരുടെ പുതിയ വേർഷൻ നിങ്ങൾ കണ്ടു കാണും. കാരണം എല്ലാവരും മലയാളികൾക്ക് വളരെ ടെക് സാവി ആയതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന ഈ സംഭവം. അപ്പം അതിനെ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആ രീതിയിൽ അവർ പുതിയ വേർഷൻ വരെ ഉണ്ടാക്കിയത്. പക്ഷേ ഈ ചൈനീസ് കമ്പനി, ഒരു ഗ്രാമത്തിൽ തുടങ്ങിയ കമ്പനി ഡീപ് സീക്ക് എന്ന് പറഞ്ഞ കമ്പനി, ഇത് വളരെ ലളിതമായി പണം വളരെ കുറച്ച് ചിലവാക്കി എവിടെയും ഏത് ഡിവൈസിലും ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാവുന്ന രീതിയിലാക്കിയെടുത്തു. അതാണ് അതിൻ്റെ. ഇത് ഓപ്പൺ സോഴ്സാണ് ഈ സംഭവം ഒരു പരിധി വരെ, ചാറ്റ് GPT പോലെ തന്നെ. പക്ഷേ ഇതിൻ്റെ ചിലവെന്ന് പറയുമ്പോൾ ചാറ്റ് GPT നമ്മൾ നോക്കുകയാണ്, അതിനൊരു മാസം അതിൻ്റെ പുതിയ വേർഷൻ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഇന്ത്യയിലാണെങ്കിൽ 1900-2000 രൂപയാണ് മാസം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷേ ഇതാണെങ്കിൽ ഏറ്റവും വില കുറവ്. നമ്മളിപ്പം ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്, ആപ്പിൾ ഈ ഫോണുകളിൽ. അപ്പോൾ അത് ചാറ്റ് GPTയുടെ മറ്റൊരു വേർഷനാണ്. പക്ഷെ അതിൻ്റെ ഒറിജിനൽ എന്ന് പറഞ്ഞ് ചാറ്റ് GPT തന്നെയാണ്. ഇതൊക്കെ അത് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും AI ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴൊക്കെ ഒരു ഇത്ര എമൗണ്ട് തന്നെ ഇവർക്ക് കിട്ടണം. അത് ഈ പറയുന്ന പല ഡിവൈസ് ഉണ്ടാക്കുന്ന മാനുഫാക്ചർ സോഫ്റ്റ്വെയർ പണം കൊടുക്കണം. ഇപ്പോൾ പല ഡിവൈസിനും പല രീതിയിലുള്ള ഈ പറയുന്ന AI ലാംഗ്വേജ് മോഡലും മറ്റുള്ള പല അഡ്വാൻസ്ഡ് മോഡലും വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇതിന് പണം ആവശ്യമാണ്. പക്ഷെ ഡീപ് സീക്ക് എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ഇപ്പം അതിനകത്ത് ചാർജുകൾ നോക്കുമ്പോൾ വളരെ തുച്ഛമായ പണമേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഈ മറ്റുള്ള ടെക് കമ്പനികൾക്ക് മനസ്സിലായി ഇത് അടി കിട്ടി. ഈ പറയുന്നവരും മുഴുവനും ഈ ഡിവൈസും മറ്റേ മാനുഫാക്ചേഴ്സും മുഴുവൻ അങ്ങോട്ടൊക്കെ പോകും. അതായത് ഇതിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് അതിനേക്കാൾ അഡ്വാൻസ് സ്റ്റേജ്, അതിനേക്കാൾ ഫാസ്റ്റ് കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് ഡീപ് സീക്ക്, ചൈനീസ് കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ സംഭവം മനസ്സിലാക്കുക, എവിടെയാണ് കയറി അടിച്ചേക്കുന്നത്. അമേരിക്കയാണ് കംപ്ലീറ്റ് ടെക് എപ്പോഴും. ഇപ്പോൾ AI ആണെങ്കിലും ശരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്. ചാറ്റ് GPT ആണെങ്കിലും ടെസ്ലയാണെങ്കിലും മറ്റു പല കമ്പനികളും, മൈക്രോസോഫ്റ്റ്, ഇപ്പോൾ എല്ലാവരും ഉണ്ട്. മെറ്റയുടെ, അതായത് ഫേസ്ബുക്കിന് 3.5% അവരുടെ പോയത്. ഉരുവപ്പെട്ട എല്ലാ അമേരിക്കൻ ടെക് ജയൻറ്റ്സ് അവരുടെ വീഡിയോ അങ്ങ് തീർന്നു. $1 ട്രില്യൺ എന്ന് പറയുന്ന ലോസ് എന്ന് പറയുന്ന ഹെവി ലോസാണ്. ഇൻവെസ്റ്റേഴ്സ് മുഴുവൻ അങ്ങോട്ടങ്ങ് ചാടി. ഇതിൻ്റെ പേരിൽ ഈ ചൈനീസ് കമ്പനി ഗ്ലോബലായിട്ടങ്ങ് ഒരു ലോകത്തിലെ എല്ലാ പത്രങ്ങളും, ബിസിനസ് പത്രങ്ങളിലും മെയിൻ വാർത്തയാണ്. എന്ത് സംഭവിച്ചു, ഇത്രമാത്രം ചൈനീസ് കമ്പനി തുടങ്ങിയ 2020 ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് കയറി അങ്ങ് ക്യാപ്ചർ ചെയ്തു. കാരണം ഭയങ്കരമായിട്ട് ചാർജ് കുറവ്. നിങ്ങളിപ്പം AI ഒരു സംഭവം ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ, അത് ഉപയോഗിച്ച് നടത്തുവാണെങ്കിൽ എപ്പോഴും ഇവർ ചാർജ് കൊടുത്തുകൊണ്ടിരിക്കണം. അതായത് ചിലപ്പോൾ ഭയങ്കര ചാർജ് അവർ ചെയ്യുന്നത്. അത്രയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്. ഞാനത് നോക്കി സംഭവം വളരെ സിമ്പിളായത്. ഈ ചാറ്റ് GPT പോലെ അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഓരോ കാര്യങ്ങളും ലാംഗ്വേജ് മോഡലിനകത്ത് സക്സസ് ആണ്. എല്ലാവരും കൂടെ അങ്ങോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്.
അതായത് അമേരിക്കൻ ടെക് കമ്പനീസ് കിട്ടിയ ഏറ്റവും വലിയ അടിയായിപ്പോയി ഈ ചൈനീസ് കമ്പനി. അതായത് ഒരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള അവിടുത്തെ ഈ ഗ്രാമത്തിൽ നിന്ന് വന്നാൽ ഇതിനൊക്കെ ഗവൺമെൻറ് ഫണ്ട് ചെയ്തിട്ടാണ് ഇത് കയറ്റിക്കൊണ്ട് വരുന്നത്. ഇത് അമേരിക്കയിലെ പ്രൈവറ്റ് സോഴ്സ് ഫണ്ടിങ്ങിൽ കൂടെ കയറി വരുന്നതാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെ. അപ്പോൾ ഇത് ബേസിക്കലി അത് ലോകത്തിന് തരുന്നൊരു നല്ല കാഴ്ചപ്പാടാണ്. ഒരു ചെറിയ കമ്പനിക്ക് ഇത്രയും വലിയ ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും നമ്മൾ ഒരു 5 കമ്പനി എടുക്കുക, 5 ഈ ടെക് കമ്പനിയാണ്. ഒരെണ്ണം എങ്ങാണ്ട് ഓയിൽ കമ്പനിയുള്ളൂ, ബാക്കിയെല്ലാം ടെക് കമ്പനിയാണ് ലോകത്ത് ഡോമിനേറ്റ് ചെയ്യുന്നത്. അതിന് ഒരു ചെറിയ ഒരു ചൈനയിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ തുടങ്ങിയ ഡീപ് സീക്ക് എന്ന് പറയുന്ന കമ്പനി ഈ പറയുന്ന കമ്പനികളൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ നാളെ അത് വലിയൊരു പ്രതികരണം ഗ്ലോബലായിട്ട് കിട്ടാൻ പോവുകയാണ്. ഇത് മാത്രമല്ല, ഇതേപോലെ ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പുകൾ, ഇതൊരു ചെറിയ സ്റ്റാർട്ടപ്പായിരുന്നു, അതിനാണ് ഈ സംഭവം ഇത്രമാത്രം രൂക്ഷമായ രീതിയിൽ ലോകത്തെ അമേരിക്കയിലെ യൂറോപ്പിലെ ടെക് കമ്പനികളിൽ വെടിതീർത്ത് കൈ കൊടുത്തു. നോക്കാം ഇനി എന്താണ് ഉണ്ടാകാൻ പോകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, AI എന്ന് പറയുന്നത്, അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സംഭവം, അതിന് ഭയങ്കര വിലയെന്നും പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്ന സംഭവത്തിന് ഒരു കാര്യം പിടികിട്ടി, അതിന് വലിയ ചാർജൊന്നുമില്ല. സാധാരണക്കാർക്കും എല്ലാം അഫോർഡബിളായ രീതിയിൽ ഓപ്പൺ സോഴ്സ് അല്ല ചെറിയൊരു പണം കൊടുത്തു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഗൂഗിളിനുൾപ്പെടെയാണ് കിട്ടും. ഗൂഗിളിൽ ജെമിനിയൊക്കെക്കാൾ എത്രയോ വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ് ഇത് പോയിരിക്കുന്നത്. അത് ടെക്നോളജിയാണ് ലോകത്ത് റൂൾ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. നമ്മൾ ടെസ്ലയെ പറ്റിയും ഈ എലോൺ മസ്കും ഒക്കെ പറയുമ്പോഴും ഒരു ചെറിയ കമ്പനി എവിടം വരെ എത്താൻ സാധിച്ചു. ഏതായാലും ആ ഡീപ് സീക്ക് എന്ന് പറഞ്ഞ കമ്പനി ലോകത്തിനൊരു മാതൃകയായി വരട്ടെ.